യൂണിറ്റ് കോസ്റ്റിംഗിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ 3 months ended 31st March 2020. 2020 മാർച്ച് 31 അവസാനിക്കുന്ന 3 മാസത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ആ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തന്ന ഇൻഫർമേഷൻസ് ഇത്രയാണ്: ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് 75,000, ഡയറക്റ്റ് വേജസ് 1,20,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 20,000, ഫാക്ടറി ഓവർഹെഡ്സ് 50,000, ഓഫീസ് ഓവർഹെഡ്സ് 30,000, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് 60,000, then total outputs 2,000 units. ഇത്രയാണ് തന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ തന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏതൊക്കെ ഐറ്റംസ് എവിടേക്കാണ് വരിക എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസസ് ആഡ് ചെയ്ത് കാരേജ് ഇൻവേർഡ് ആഡ് ചെയ്ത് അതിൽ നിന്ന് മെറ്റീരിയൽ ലോസ്റ്റ് അതുപോലെ തന്നെ മെറ്റീരിയൽ റിട്ടേൺ എന്നിവ ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്ന ഐറ്റം കിട്ടുന്നത്. അപ്പോൾ ഒരു ഗിവൺ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, മെറ്റീരിയൽ ലോസ്റ്റ്, കാരേജ് ഇൻവേർഡ് ആൻഡ് മെറ്റീരിയൽ റിട്ടേൺ ഇത്രയും ഐറ്റംസ് തരികയും അതോടൊപ്പം തന്നെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം തരികയുമാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കൺസ്യൂംഡ് മാത്രം എടുത്താൽ മതി. ബാക്കി തന്ന ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ആ പറഞ്ഞ ഐറ്റത്തിന്റെ എല്ലാം സമ്മപ്പാണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രൈം കോസ്റ്റിന്റെ കാൽക്കുലേഷനിലാണ് നമ്മൾ ഏതെടുക്കുക, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ ഐറ്റം എടുക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഐറ്റം ഡയറക്റ്റ് വേജസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൾ ഡയറക്റ്റ് ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്, പ്രൈം കോസ്റ്റിന്റെ കാൽക്കുലേഷനിൽ എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൂന്നും പ്രൈം കോസ്റ്റിന്റെ കാൽക്കുലേഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ പിന്നെ അവിടെ തന്നുള്ളത് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. അത് നമ്മൾ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഐറ്റമാണ് ഫാക്ടറി ഓവർഹെഡ്സ്. നമ്മൾ അതുപോലെ എഴുതാം. ദെൻ ഫാക്ടറി കോസ്റ്റിനോട് കൂടി ഓഫീസ് ഓവർഹെഡ്സ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ അതിനുശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യാം. ദെൻ ടോട്ടൽ ഔട്ട്പുട്ട്സ് 2,000 യൂണിറ്റ്സ് എന്ന് തന്നത് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ത് തന്നിട്ടുള്ളത്, ടോട്ടൽ ഔട്ട്പുട്ട്സ് 2,000 യൂണിറ്റ്സിന് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്ന ഐറ്റംസ് എല്ലാം തന്നെ സമ്മപ്പ് ചെയ്ത ഐറ്റംസ് ആണ്. അതായത് ഓരോ ഹെഡ്സിലും വരുന്ന ഐറ്റംസ് ഏതാണോ അതിന്റെ ടോട്ടൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ തന്നുള്ളത്. ജസ്റ്റ് കോസ്റ്റ് ഷീറ്റ് എന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതാണ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം, 1 ടോട്ടൽ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈം കോസ്റ്റ്, അതായത് ഡയറക്റ്റ് ഐറ്റംസ് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയെന്നുള്ളത് 75,000. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ 75,000-നെ 2,000 യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 2,000 കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് 2,000 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വേണ്ടി വന്ന ഡയറക്റ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് 75,000. അപ്പോൾ 75,000-നെ 2,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന കോസ്റ്റ് എത്രയെന്ന് കിട്ടും. അതാണ് 37 രൂപ.
50 പൈസ എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ ഐറ്റം ഡയറക്റ്റ് വേജസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,20,000. അതും നമ്മളിതുപോലെ 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ദെൻ മൂന്നാമത്തെ ഐറ്റം ഡയറക്റ്റ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000. കോസ്റ്റ് പെർ യൂണിറ്റ് 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ദെൻ ഇത്രയാണ് ഡയറക്റ്റ് ഐറ്റംസ്. ഇതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഓഫ് ആൾ ഡയറക്റ്റ് ഐറ്റംസ്, അതിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പ്രൈം കോസ്റ്റ് കിട്ടി 2,15,000 നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടിയത്. അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 107.50. അതായത് 2,15,000 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2000 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. ആ 2000 യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര എന്നുള്ളത് കിട്ടും. ദെൻ ഇതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര എന്നുള്ളത്. ഫാക്ടറി ഓവർഹെഡ്സ് നമ്മൾ പ്രൈം കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യുക. ഫാക്ടറി ഓവർഹെഡ്സ് നമുക്ക് തന്നത് 50,000 തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരിക 25 രൂപയാണ് അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ഫാക്ടറി ഓവർഹെഡ്സ് നമ്മൾ പ്രൈം കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യുക. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് നേച്ചറിലല്ലാതെ ഫാക്ടറിയിൽ വരുന്ന മറ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ ഐറ്റം ഒന്നിച്ചാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ്സ് ഒന്നിച്ച് ടുഗദർ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓരോ ഐറ്റംസും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നിട്ടില്ല. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ആഡ് ചെയ്ത ഒരു ഒറ്റ ഐറ്റമാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ ആഡ് ചെയ്യുക. 2,65,000 നമുക്ക് ഫാക്ടറി കോസ്റ്റ്. അതിന് തന്നെയാണ് നമ്മൾ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഫാക്ടറി കോസ്റ്റിനോട് കൂടി ഓഫീസ് ഓവർഹെഡ്സ് നമ്മൾ ആഡ് ചെയ്യണം. ഓഫീസ് ഓവർഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 30,000 രൂപയാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അതായത് ഓഫീസിൽ വരുന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ സാലറി, പിന്നെ അതുപോലെ തന്നെ സ്റ്റേഷനറി എക്സ്പെൻസസ്, അത്തരത്തിൽ വരുന്ന ചില എക്സ്പെൻസസ് പ്യൂർലി റിലേറ്റഡ് ടു ഓഫീസ്, ഒരു സ്ഥാപനത്തിന്റെ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളാണ് ഓഫീസ് ഓവർഹെഡ്സ് ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത്. ഈ ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുമായി വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, ഓഫീസിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞിവിടെ കാണിക്കുന്നത്. ഫാക്ടറി കോസ്റ്റിനോട് കൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഓഫീസ് ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യാൻ, അത് സെയിൽ ചെയ്യാൻ നമുക്ക് അവിടെ വരുന്ന എക്സ്പെൻസുകളാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഉദാഹരണം നമുക്ക് പറയാവുന്നതാണ്. ഒന്ന് അഡ്വർടൈസ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ സെയിൽസ്മാൻസ് കമ്മീഷൻ, സെയിൽസ്മാൻസ് ട്രാവലിംഗ് എക്സ്പെൻസസ്. ഇതിനൊക്കെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ പറയും. കാരണം ഇതെല്ലാം തന്നെ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമുക്ക് വരുന്നതാണ്. ആഫ്റ്റർ പ്രൊഡക്ഷൻ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്നതാണ്. അത് അങ്ങനെ വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്കത് എത്രയാണ് എന്നുള്ളത് ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട് 60,000. നമ്മളത് ഇവിടെ കാണിക്കുക. അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് 60,000 ആണ് ടോട്ടൽ. 2,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ എത്രയെന്നുള്ളതാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ കണക്കാക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ സിംഗിൾ യൂണിറ്റ് എത്രയാണ് വരുന്നത് എന്നാണ് നമ്മൾ കോസ്റ്റ്
യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 3 മാസം കൊണ്ട് 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ കോസ്റ്റ് വന്നത് എത്രയാണ്? 3,55,000 ആണ്. പെർ യൂണിറ്റ് കോസ്റ്റ് 1,77,50 നമുക്ക് കിട്ടിയത്. ദെൻ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കോസ്റ്റ് ഐറ്റംസും ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു. ഫാക്ടറി റിലേറ്റഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഓഫീസ് റിലേറ്റഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഓഫീസ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ടോട്ടൽ ടുഗദർ ആയിട്ട് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടുന്നത്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗിൽ കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാണ് വന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് യൂണിറ്റ് കോസ്റ്റിംഗിൽ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷനുമായിട്ട് വരുന്ന സിമ്പിൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത്.